Hi dear students, welcome to a new session of Color Cube. Today we are continuing with chapter 4, Birds, Our Feathered Friends. In this session we are going to discuss on feet and claws of birds. Birds use their feet to walk, perch and also to catch their food. The toes of the birds are covered with long, sharp and hooked nails or claws. നമ്മളെല്ലാവരും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള പക്ഷികളുടെ അവയെ കണ്ടിട്ടുണ്ടാവും. അവയുടെ കാൽപാദങ്ങളും അവയുടെ നഖങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോഴികളുടെയൊക്കെ കാലുകൾ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കോഴികളുടെ കാലുകളും താറാവിൻ്റെ കാലും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല, എല്ലാത്തിനും ഡിഫറൻ്റ് ഉണ്ട്. അവരേത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്, എങ്ങനെയാണോ അവരുടെ പെർച്ചിങ്ങോ വാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ പക്ഷികളുടെയും കാലുകൾക്കും അവരുടെ നഖങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബേർഡ്സ് യൂസ് ദെയർ ഫീറ്റ് ടു വാക്ക്, പെർച്ച് ആൻഡ് ഓൾസോ ടു ക്യാച്ച് ദെയർ ഫുഡ്. പക്ഷികൾ എന്തിനു വേണ്ടിയിട്ടാണ് അവയുടെ കാലുകൾ ഉപയോഗിക്കുന്നത്? നടക്കാനും പിന്നെ മരത്തിൻ്റെ കൊമ്പിലൊക്കെ പിടിച്ചിരിക്കാനും. അവയുടെ നഖങ്ങളും കാൽപാദങ്ങളും ഉപയോഗിച്ച് ആ മരത്തിൻ്റെ കമ്പിൽ അമർത്തി പിടിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവ വീണു പോകാത്തത്. ഇതിനൊക്കെ വേണ്ടിയാണ് പക്ഷികൾ അവരുടെ കാലുകൾ ഉപയോഗിക്കുന്നത്. The toes of the birds are covered with long, sharp and hooked nails or claws. Hooked nails or claws. പക്ഷികളുടെ നഖങ്ങളെയാണ് claws. This is the claws of vulture or eagle. നഖങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാക്കയുടെ കാൽപാദവും അവയുടെ നഖങ്ങളെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇത് താറാവ്, വെള്ളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ജീവികളുടെ ഡക്ക്, അതിൻ്റെയൊക്കെ കാലുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. This is the claws of parrot. Birds use their feet and claws to catch their food and also to protect themselves from enemies. ഈ ക്ലോസ്, കാൽപാദങ്ങളും അവയുടെ കൂർത്ത നഖങ്ങളൊക്കെ ഉണ്ട് പക്ഷികൾക്ക്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് അവയ്ക്ക് ഈ ക്ലോസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്? You can see parrot eating one guava. ഒരു തത്തമ്മയുടെ പേരയ്ക്ക കഴിക്കുന്ന കാണാം. അവയുടെ കാലുകളിലെ നഖങ്ങൾ ഉപയോഗിച്ച് അമർത്തി പിടിച്ചാണ് അത് ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാം ഒരു ഈഗിള് അതിൻ്റെ എനിമീനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവയുടെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അതിനെ പിടിച്ചു നിർത്തിയിട്ടാണ് അതിനെ കൊത്തുന്നത് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു വൾച്ചർ അതിൻ്റെ ഏതോ ഒരു എലീനെയോ ചെറിയൊരു ജീവിനെ പിടിച്ച് വെച്ച് അതിൻ്റെ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ഫിഗറിലും ഒരു വൾച്ചർ അതിൻ്റെ എനിമീനെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കാം. ഈ ഫിഗറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ലോസിൻ്റെയും ഫീറ്റിൻ്റെയും ആവശ്യങ്ങൾ എന്താണ്. ബേർഡ്സ് യൂസ് ദെയർ ഫീറ്റ് ആൻഡ് ക്ലോസ് ടു ക്യാച്ച് ദെയർ ഫുഡ്. അവയുടെ ഭക്ഷണ സാധനങ്ങൾ പിടിക്കാനും പിന്നെ ഓൾസോ ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം എനിമീസ്. തങ്ങളെ തന്നെ സംരക്ഷിക്കാൻ, മറ്റു ജീവികളുടെ കയ്യിൽ നിന്നൊക്കെ അവർക്ക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ കൂർത്ത നഖങ്ങൾ ഉപയോഗിക്കുന്നത്. Now we are going to learn about the claws of eagles and vultures. നമ്മൾ ആരും ഈഗിൾസിനെയും വൾച്ചേഴ്സിനെയും ഒക്കെ അടുത്ത് കണ്ടിട്ടില്ല. അവയുടെ നഖങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു ഫിഗേഴ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അവയുടെ നഖങ്ങളുടെ പ്രത്യേകതകൾ. കൂർത്ത് വളഞ്ഞിരിക്കുന്ന പക്ഷിയുടെ നഖങ്ങളെ ഇവിടെ കാണാം. ഇത് കണ്ടോ? ഈഗിള് അതിൻ്റെ എനിമീനെ അറ്റാക്ക് ചെയ്ത് ഇരിക്കുന്ന ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Eagles and vultures use their sharp claws to catch rats and other small animals. Eagles and vultures എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ക്ലോസ് ഉപയോഗിക്കുന്നത്? To catch rats and other small animals. Eagles and vultures ഭക്ഷിക്കുന്നത് മറ്റ് ചെറിയ ജീവികളെയും
എലികളെയൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അത് ഈ എലികളെയും ചെറിയ ജീവികളെയൊക്കെ എങ്ങനെയാണ് ഈ വൾച്ചേഴ്സ് പിടിക്കുന്നത്? അവയുടെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ആണ് അവയെ പിടിച്ചെടുക്കുന്നതും അവയെ കൊന്നിട്ട് ഭക്ഷിക്കുന്നതും. ദി ഷാർപ്പ് ക്ലോസ് ആർ കോൾഡ് ടാലൂൺസ്. ഈ ഷാർപ്പ് ഈഗിൾസിന്റെയും വൾച്ചേഴ്സിന്റെയും പ്രത്യേക തരത്തിലുള്ള കാൽപാദങ്ങളും ക്ലോസ് നഖങ്ങളുമാണ് അവയെ വിളിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഷാർപ്പ് ക്ലോസ് ഉള്ള ഇങ്ങനെയുള്ള ജീവികളുടെ കാൽപാദങ്ങളെ വിളിക്കുന്ന പേരാണ് ടാലൂൺസ്. Eagles and vultures use their sharp claws to catch rats and other animals. These sharp claws are called talons. Here also you can see sharp claws of a vulture. It is attacking a animal. Next is aquatic birds. What is meant by aquatic birds? Aquatic birds are those birds which live in water or near to some water source. ഒന്നെങ്കിൽ അവ വെള്ളത്തിൽ ജീവിക്കുന്നതാകാം, അല്ലെങ്കിൽ വെള്ളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ബേർഡ്സിനെയാണ് aquatic birds. Can you name some examples? Duck, geese, crane, all these are examples of aquatic birds. Aquatic birds, that is birds living in water, such as crane and herons, have long legs and spread out toes in their feet that help them to move in muddy water. Aquatic birds ന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. This is crane and this is heron. അവയുടെ കാലുകളുടെ പ്രത്യേകത കണ്ടോ? They have long legs. ഇങ്ങനെയുള്ള കാലുകളാണ്, നീണ്ടിരിക്കുന്ന കാലുകളാണ് അവയ്ക്കുള്ളത്. രണ്ട് പക്ഷികളെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവയ്ക്ക് എങ്ങനെയുള്ള കാലുകളുള്ളത്. ലോങ് ലെഗ്സ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ടോസ്. സ്പ്രെഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പരന്നിരിക്കുന്ന കാൽനഖങ്ങൾ, കാൽപാദങ്ങൾ. ഇൻ ദെയർ ഫീറ്റ് ദാറ്റ് ഹെൽപ്പ് ദം ടു മൂവ് ഇൻ മഡി വാട്ടർ. സ്പ്രെഡ് ഔട്ട് ടോസ് എന്തിനു വേണ്ടിയിട്ടാ? മഡി വാട്ടർ. വാട്ട് ഈസ് മീൻ ബൈ മഡി വാട്ടർ? ചെളിവെള്ളം, അഴുക്ക് പോലത്തെ വെള്ളമില്ലേ, ആ വെള്ളത്തിൽ സുഗമമായി സഞ്ചരിക്കുന്നതിനാണ് ഈ ലോങ് ലെഗ്സ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ടോസ് ഉള്ളത്. ഹിയർ യു ക്യാൻ സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രെയിൻസ്. ഇത് ക്രെയിൻസിന്റെ വേറൊരു വെറൈറ്റിയാണ്. അതിന്റെ ലോങ് ലെഗ്സ് ആണ് കാണിച്ചത്. ഇതാണ് സ്പ്രെഡ് ഔട്ട് ടോസ് ഓഫ് എ ക്രെയിൻ. എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ് ഔട്ട് ടോസ് ഉള്ളത് ക്രെയിന്? ടു മൂവ് smoothly in muddy water. Here you can see the picture of heron. These are the long legs of a heron. This spread out toes of a heron is seen here. Next, aquatic birds that swim in water, such as ducks, have webbed feet. അക്വാട്ടിക് ബേർഡ്സിൽ ഒരാളായ ഡക്ക് എങ്ങനെയാണ് വെള്ളത്തിൽ നീന്തുന്നത്? അവയുടെ കാലിലെ സ്പെഷ്യൽ ഫീച്ചറായ വെബ്, വല പോലെയുള്ള കാലുകൾ ഉപയോഗിച്ചാണ് നീന്തുന്നത്. ഈ വെബ്ഡ് ഫീറ്റ് എന്തിനാണ്? അവയ്ക്ക് നീന്താൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വെബ്ഡ് ഫീറ്റ്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ബേർഡ് വിത്ത് വെബ്ഡ് ഫീറ്റ്, വാട്ട് വിൽ യു റൈറ്റ്? ഡക്ക്, ഗീസ്, എക്സെട്ര. They have 3 toes in the front and 1 at the back. പറയുന്നത് 3 ടോസ് ഫ്രണ്ടിലുണ്ട്. കൗണ്ട് ഇറ്റ് 1 2 3. മുമ്പിലേക്ക് എത്ര ടോസ് ഉള്ളത്? 3 എണ്ണം. അതുപോലെ ആൻഡ് 1 at the back. The figure you can see. ഒരെണ്ണം, ഒരു ടോ ബാക്കിലേക്കുണ്ട്. Aquatic birds that swim in water have how many toes? Total 4 toes. 3 toes in the front and 1 at the back. Webbed feet help the birds to swim. What is the need of webbed feet? It helps them to swim. Aquatic birds that swim in water, such as ducks, have webbed feet.
They have 3 toes in the front and 1 at the back. Webbed feet help the birds to swim. Did you understand it? Thank you.